ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ബ്രോക്കറെ വിളിച്ച് അനുവിനെ പെണ്ണ് കാണാൻ വരുന്ന വിവരത്തെപ്പറ്റി ബാലനെ അറിയിക്കുകയാണ്. അപ്പം ഇക്കാര്യം രാമേട്ടനോട് പറയുമ്പം രാമേട്ടൻ ചോദിക്കും, ബാല, ഇത്ര തിടുക്കപ്പെട്ട് അനുമോളുടെ കല്യാണം നടത്തേണ്ട കാര്യമുണ്ടോ? അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ, അതുമല്ല നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. നീ തന്നെ എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നല്ലോ, പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, പഠിച്ച് ഒരു നിലയിലെത്തിയിട്ടെ കല്യാണമൊക്കെ കഴിപ്പിച്ച് വിടാവുള്ളൂന്ന്. എന്നിട്ടിപ്പം അനുവിൻ്റെ കാര്യം വന്നപ്പം നീ എന്താ മറുകണ്ഠം ചാടിയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ധർമ്മം പറയും, അനുവിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം രാമേട്ട ഇപ്പോൾ വന്നിരിക്കുന്നത്. നല്ല പയ്യനാ, പഠിത്തത്തിൻ്റെ പേരും പറഞ്ഞ് ഇതിപ്പോൾ തട്ടിത്തപ്പിച്ച് കളഞ്ഞ പിന്നീട് ഇതുപോലൊരു ആലോചന വരുമോ, അതുകൊണ്ടാ എന്ന് പറയണേ. അപ്പോഴും രാമേട്ടൻ പറയും, എടാ അവൾ പഠിക്കട്ടേടാ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, ഇവൻ അവളെ പഠിപ്പിച്ച് IAS ആക്കണമെന്നൊക്കെ എപ്പോഴും പറയായിരുന്നല്ലോ, അതൊക്കെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ പോയോടാ എന്ന് വീണ്ടും ബാലനോട് ചോദിക്കുകയാണ്. അപ്പം ആകാശ് പറയും, അത് പിന്നെ രാമേട്ട, അവളുടെ ഇപ്പോഴത്തെ കോഴ്സ് തീർന്നു, ഇനിയിപ്പം മുന്നോട്ട് പഠിക്കാനൊന്നും അവൾക്ക് വലിയ താല്പര്യവും ഇല്ലയെന്ന് ഞങ്ങളോട് പറഞ്ഞു. പിന്നെ വെറുതെ എന്തിനാ വീട്ടിൽ പിടിച്ച് നിർത്തിയിരിക്കുന്നത്, കല്യാണം കഴിപ്പിച്ച് അയച്ചേക്കാം, അവളോട് പഠിക്കാൻ പറഞ്ഞ് അവൾക്ക് താല്പര്യം തോന്നി പഠിക്കുവാണെങ്കിൽ അതും നല്ലതല്ലേ എന്ന് ആകാശ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ബാലനാണെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് രാമേട്ടനോട് പറയും, നാളെ അവർ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇക്കാര്യം ഞാൻ ഗോമതിയെ വിളിച്ചൊന്ന് അറിയിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങ് പോവാണേ. അപ്പോൾ രാമേട്ടനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. എന്നിട്ട് പറയും, കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു നിമിത്തമാണ്, തലയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ നടക്കുള്ളൂ, വിധിച്ചത് ആ സമയമാകുമ്പം നടക്കുകയും ചെയ്യും, നമ്മൾ എത്ര വേണ്ട എന്ന് പറഞ്ഞാലും എങ്ങനെയെങ്കിലും നടക്കും, അങ്ങനെയാ കല്യാണക്കാര്യം എന്ന് രാമേട്ടൻ ഇങ്ങനെ പറയാം. അപ്പോൾ ആകാശം ധർമ്മനും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതേസമയം ദേവമംഗലത്ത് നമ്മുടെ ഗോമതി ചെറിയ ചെറിയ ജോലികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. പെട്ടെന്നാണ് ബാലേട്ടൻ്റെ ഫോൺ വരുന്ന കാണുന്നത്. പെട്ടെന്ന് തന്നെ എടുക്കുക. എന്താ ബാലേട്ട ഈ സമയത്ത് എന്താ ഒരു വിളി എന്ന് ചോദിക്കുക. ആ ഗോമതി, ഇന്ന് ബ്രോക്കർ ശിവൻ എന്നെ വിളിച്ചിരുന്നു, നാളെ അനുവിനെ കാണാൻ ആ ചെറുക്കനും കൂട്ടരും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നാളെ ഒരു 10 മണിയോട് കൂടി അവരെത്തും എന്ന് പറയണം കേട്ടോ. അതെയോ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണോ ബാലേട്ട, ഇലയടയോ തെരളിയപ്പോ അങ്ങനെ എന്തെങ്കിലും? ഏയ്, താനൊന്നും ഉണ്ടാക്കുമൊന്നും വേണ്ട, അവർക്കുള്ള പലഹാരമൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നോളാം എന്ന് പറയാം. എങ്കിലും എന്തെങ്കിലും നമ്മുടെ വകയായിട്ടും ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കാം. എടോ, താൻ പിന്നെ അനുവിനോട് പറഞ്ഞേക്കണം, ആ വരുന്ന ചെറുക്കനും കൂട്ടർക്കും അവളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ കല്യാണം എത്രയും വേഗം നടത്തുമെന്ന്, അതിനൊരു എതിരഭിപ്രായമായിട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ ഗോമതി പറയും, അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം ബാലേട്ട എന്ന് പറയണേ. എന്നിട്ട് ബാലൻ ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ ഈ ബാലനും ഗോമതിയും തമ്മിലുള്ള സംസാരം ഒളിഞ്ഞു നിന്ന് കേട്ടുകൊണ്ട് നമ്മുടെ സുകന്യയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. സുകന്യയ്ക്ക് കാര്യങ്ങൾ അങ്ങ് വ്യക്തമാകുന്നില്ല. പെട്ടെന്ന് ഗോമതി ഇങ്ങനെ പറയാം, കുറച്ച് തെരളിയില സംഘടിപ്പിക്കണം. അപ്പോൾ ഇതും കേട്ടോണ്ടാണ് ദേവി അങ്ങോട്ട് വരുന്നത്. അമ്മ തെരളിയപ്പം ഉണ്ടാക്കാൻ പോവാണോ എന്ന് ചോദിക്കുക. ഇന്നല്ല മോളെ, നാളെ എന്ന് ദേവിയോടൊപ്പം മറുപടി പറയും. നാളെയോ? നാളെ എന്താ പ്രത്യേകം? നാളെ നമ്മുടെ അനുവിനെ കാണാൻ ഒരു ചെറുക്കനും കൂട്ടരും വരുന്നുണ്ട്, അവർക്ക് വേണ്ടി തെരളിയപ്പം ഉണ്ടാക്കാം എന്ന് പറയാം. അതെയോ? പെട്ടെന്ന് അനുമോളും അങ്ങോട്ട് വരികയാണ് കേട്ടോ. ദേ അനുമോളെ, അമ്മ പറഞ്ഞത് കേട്ടോ, നാളെ നിന്റെ പെണ്ണ് കാണലാണെന്ന് ദേവി ഇങ്ങനെ പറയാൻ. ഇത് കേൾക്കുന്ന സുകന്യ ഞെട്ടി നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് അലോകിനെയും രാജശ്രീയും ഈ കാര്യം അറിയിക്കണമല്ലോ, എങ്ങനെ ഇവിടുന്ന് ചാടും എന്നുള്ള ചിന്തയിലാണ് സുകന്യ. അത് കേൾക്കുമ്പോൾ നമ്മുടെ അനുശ്രീക്കും ആകെ പേടിയാവുകയാണ് കേട്ടോ. ഇത്ര പെട്ടെന്ന് അച്ഛൻ തന്നെ വിവാഹം ഉറപ്പിക്കുമെന്ന് അനുശ്രീയും കരുതിയിരുന്നില്ല. അപ്പോൾ ഗോമതി അടുത്തേക്ക് വരിക. ദേ അനു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാളെ വരുന്ന ഈ ചെറുക്കനും കൂട്ടർക്കും നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കല്യാണം എത്രയും വേഗം നടത്തണമെന്നാണ് ബാലേട്ടൻ പറയുന്നത്. നിനക്ക് നിന്റെ അച്ഛനോടും അമ്മയോടും അല്പമെങ്കിലും സ്നേഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ബന്ധത്തിന് നീ എതിര് പറയരുത് എന്ന് ഗോമതി പറയണേ കേട്ടോ. അത് കേട്ടോണ്ട് നിൽക്കുന്ന ദേവി പറയും, അമ്മ എന്തിനാ അനുമോളോട് അങ്ങനെയൊക്കെ പറയുന്നത്, അവൾ അതിന് ഒരു എതിരഭിപ്രായവും പറഞ്ഞില്ലല്ലോ, അവൾ സമ്മതിക്കുകയും ചെയ്യും. ബാലച്ചനും അമ്മയും കൊണ്ടുവന്ന ബന്ധം അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ട് സമ്മതിക്കും, ഇല്ലേ അനുമോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനു മിണ്ടാതെ നിൽക്കുകയാണ്. അനുവിൻ്റെ ആ നിശബ്ദത കൂടി കാണുമ്പം സുകന്യയ്ക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുവാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. എത്രയും വേഗം ഇത് കൃഷ്ണമംഗലത്ത് എത്തിക്കണം എന്ന് കരുതി ഒരു വിധത്തിൽ ദേവമംഗലത്ത് നിന്ന് ചാടി അലോകിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. അനുവിന് വേറെ കല്യാണം ആലോചിച്ചല്ലേ ആ ദേവമംഗലത്തുള്ളവർ, എന്നിട്ട് അവളുടെ നിലപാടെന്താ അത് ചേച്ചി പറ എന്ന് സുകന്യയോട് അലോക് പറയണം കേട്ടോ. അത് കേൾക്കുമ്പം സുകന്യ പറയും, അവളിപ്പം എന്ത് ചെയ്യാനാടാ, വീട്ടിലുള്ളവർ അവൾക്കൊരു കല്യാണം ആലോചിച്ച് അവർക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടുക മാത്രമേ അവളുടെ മുന്നിൽ മാർഗമുള്ളൂ, അവൾ ഒരു പാവം എന്ന് സുകന്യ പറയട്ടോ. എന്ത് പാവം, അവൾക്കൊരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്, എന്നെ തേച്ചിട്ട് വേറൊരുത്തിൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടി കൊടുക്കാനായിരിക്കും അവളുടെ ഉദ്ദേശം എന്ന് പറയാം.
പറയാ, അല്ല അവൾ അങ്ങനെ ആഗ്രഹിച്ച് തന്നെ അതിന് തെറ്റു പറയാൻ പറ്റൂടാ. നീ എന്തൊക്കെയാ അന്ന് അവിടെ വന്ന് കാട്ടിക്കൂട്ടിയത്? നീ ആ വീട്ടിൽ കയറിയപ്പോൾ തന്നെ അവളുടെ ഏകദേശം നിന്റെ സ്വഭാവം മനസ്സിലായി. ദേവിയുടെ കാര്യം ഇപ്പൊ തീരാ ദുഃഖത്തിലായിരിക്കുക. ഞാനും ഇപ്പൊ സംശയത്തിന്റെ മുന്നിലാ. അവിടെ എല്ലാവരുടെയും ധർമ്മേട്ടൻ എന്നെ തല്ലുകയും ചെയ്തു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നേരെ അവസാനിക്കണമെന്ന എൻ്റെ പ്രാർത്ഥന ഇപ്പം. അല്ലെങ്കിലേ എൻ്റെ നിലനിൽപ്പും കഷ്ടത്തിലാകും. ഞാനിപ്പം നിന്നെ കണ്ട് കാര്യങ്ങൾ പറയാൻ വന്നത് നിന്നെ എരികേറ്റാനൊന്നും അല്ല. കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് നീ ഒന്ന് ശാന്തനാകാൻ വേണ്ടിയിട്ടാ. ദേ ചേച്ചി, കൂടുതൽ ഉപദേശമൊന്നും ഇങ്ങോട്ട് വേണ്ട. കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചതേ ചേച്ചി കൂടി നിന്നിട്ടാ. അത് മറക്കണ്ട. ഇപ്പൊ കുറ്റം മുഴുവനും എനിക്കായോ? അതുകൊണ്ട് പൂർത്തിയാകുന്നത് വരെ എൻ്റെ ഒപ്പം ചേച്ചി വേണം. അപ്പൊ സുകന്യ മനസ്സിൽ പറയും, ഈശ്വര ഞാൻ പെട്ടല്ലോ. നാളെ വരുന്ന കല്യാണ ചെറുക്കന് മുന്നിൽ അനുശ്രീ പോയി നിൽക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതിനുള്ള ധൈര്യമൊന്നും അവൾക്ക് കിട്ടില്ല. മനസാക്ഷിയോട്ട് സമ്മതിക്കുകയുമില്ല. ഇനി അതല്ല, അവൾ എന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബാക്കി എന്തെന്ന് ഈ അലോക് അവൾക്ക് കാണിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ചേച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. വരുന്ന കല്യാണം മുടക്കാനും അവളെ എൻ്റെ കൂടെ എത്തിക്കാനും ചേച്ചി മുന്നിൽ നിൽക്കണം. ഞാൻ പറയുന്നത് ചേച്ചിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കാം. ശരി എന്നാൽ എന്ന് അപ്പം സുകന്യയും പറയണേ. സമയം ദേവമംഗലത്ത് നമ്മുടെ മിത്രയാണെങ്കിൽ മീനുവിനും ദേവീനും വലിച്ചു പിടിച്ചോണ്ട് പോവാ. നീ ഇതെങ്ങോട്ടാണ് ഞങ്ങളെ വലിച്ചോണ്ട് പോകുന്നത് എൻ്റെ മിത്രയെ? കാര്യം പറ എന്ന് മീനു പറയാം. നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാനൊരു സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവർ അനുമോളെ കാണിച്ചു കൊടുക്കുക. ഇതെങ്ങ് നോക്കിക്കേ, അവളുടെ നടപ്പും ഭാവവും ഒക്കെ. ഇവക്ക് ഇത് എന്തു പറ്റി എന്ന് മീനു അപ്പം ചോദിക്കുകയാണ് കേട്ടോ. നമ്മുടെ അനുവാണെ ആകെ ടെൻഷൻ അടിച്ച് നഖവും കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അവക്ക് കാര്യമായിട്ട് എന്തോ ടെൻഷനുണ്ട് മീനു ചേച്ചി. അതുകൊണ്ടല്ലേ നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ഞാൻ വന്നത്. അപ്പം ദേവി പറയും, നിങ്ങളിങ്ങ് വന്നേ, നമുക്ക് അവളോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്തു പറ്റി, എന്താ അനുമോളെ ഇങ്ങനെ നടക്കുന്നേ എന്ന് ദേവി അപ്പം ചോദിക്കുക. അനു, നിന്റെ പ്രശ്നം എന്താ? എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ദേവി വീണ്ടും ചോദിക്കുക. ഏയ് ഒരു പ്രശ്നമില്ല എടത്തി, അത് നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം കേട്ടോ എന്ന് അപ്പം മിത്ര വീണ്ടും പറയാണ് കേട്ടോ. അനു, എന്താ നിന്റെ പ്രശ്നം? നിനക്ക് എന്തോ വിഷമം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ നീ പറ. മുൻപ് പലപ്പോഴും നീ പല കാര്യങ്ങളും ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ എന്താണെന്ന് നമുക്കറിയാലോ. ഈ മറച്ചു വെച്ച രഹസ്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട വിലയൊക്കെ എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ എന്ന് മിത്ര ചോദിക്കാം. അപ്പം ദേവി പറയും, മിത്രേ നീ അടങ്ങിയിരുന്നേ, ഞാൻ സംസാരിക്കാം എന്ന് ദേവി പറയാണ് കേട്ടോ. എന്നിട്ട് ദേവി അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലാം. മോളെ, എന്താ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും ഞങ്ങളോട് തുറന്നു പറ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാ. ഏടത്തി, എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് അനു പറയാ. പേടിയോ? എന്തിന്? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആരെയാ നീ പേടിക്കുന്നത് എന്ന് അപ്പം പെട്ടെന്ന് മീനുവും ചോദിക്കും. അലോകിനെയാണോ നീ പേടിക്കുന്നത്? അതെ, എൻ്റെ കല്യാണക്കാരും അറിയുമ്പം അവൻ അടങ്ങിയിരിക്കില്ല മീനു ചേച്ചി. അവൻ്റെ സ്വഭാവം എനിക്കറിയാം. പകമുറ്റിയ പാമ്പ അവൻ എന്ത് ചെയ്യാനാ? അവൻ ഒരു ചുക്കും ചെയ്യില്ല. നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് മിത്രയപ്പം പറയൂട്ടോ. അപ്പം മീനും പറയും, അനു, ഈ കല്യാണക്കാരും അറിയുമ്പം അവൻ വെറുതെ ഇരിക്കില്ല. പക്ഷേ നീ ബോൾഡായിട്ട് നിന്ന് അവൻ്റെ ഒരു നമ്പറും നിന്റെ മുന്നിൽ വില പോകില്ല. ആ രീതിയിൽ നീ നിൽക്കണം. നിന്നെ ഭീഷണിപ്പെടുത്താൻ അവൻ ചിലപ്പം പല രീതിയിൽ ശ്രമിക്കും. നീ കൈവിട്ടു പോയാൽ അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് വരെയും പറയും. പോയി ചാവാൻ പറയണം അപ്പം എന്ന് മിത്ര പറയൂട്ടോ. അല്ലാതെ അവൻ ചത്തു കളയുമെന്ന് പറയുമ്പോൾ നീ പേടിക്കാൻ നിൽക്കരുത് എന്ന് ദേവിയും പറയാണ് കേട്ടോ. അവൻ്റെ കോളുകളൊന്നും നീ എടുക്കണ്ട. നീ അവൻ്റെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക് എന്ന് മീനും പറയും. അവൻ്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ചേച്ചി. നാളെ പെണ്ണ് കാണാൻ അവർ വരുമ്പം അലോക് ഇങ്ങോട്ട് കയറി വന്നാലോ, എൻ്റെ ടെൻഷൻ അതാ. അവൻ ഒരിക്കൽ ഇങ്ങോട്ട് വന്നു കയറിയതിൻ്റെ ഫലം അവൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി അവൻ ഇങ്ങോട്ട് ആ മണ്ടത്തരം കാണിക്കില്ല, ഇങ്ങോട്ട് വന്ന് കയറി തരികയില്ല എന്ന് മീനു പറയും കേട്ടോ. അപ്പോൾ ദേവി പറയും, മോൾ ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളെല്ലാം നിൻ്റെ കൂടെ ഇല്ലേ, നീ ടെൻഷൻ ആകരുത്. ഇപ്പം കുറച്ച് സമാധാനമായോ എന്ന് മീനു അപ്പം ചോദിക്കുക. ഇപ്പം കുറച്ച് സമാധാനമായി എന്ന് അപ്പം പെട്ടെന്ന് അനുശ്രീ പറയാൻ കേട്ടോ. അവരെല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് ഗോമതിയും വരിക. അല്ല, നിങ്ങളാരും ഇതുവരെ ഉറങ്ങിയില്ലേ? അമ്മ ഉറങ്ങിയില്ലേ എന്ന് അപ്പം ദേവി ചോദിക്കും. ഞാൻ ഉറങ്ങാൻ കിടന്നതാ, അപ്പോഴാ തെരളിയില കഴുകി വെച്ചില്ലല്ലോ എന്ന് ഓർത്തത്. നാളെ പയ്യനും ബന്ധുക്കളും വരുമ്പം തെരളിയപ്പം കൊടുക്കണ്ടേ എന്ന് ഗോമതി പറയാ. തെരളിയില രാവിലെ കഴുകിയാൽ പോരായിരുന്നോ അമ്മേ എന്ന് മീനു ചോദിക്കാം. മതി, പക്ഷേ തെരളിയപ്പം മാത്രം പോരല്ലോ, വേറെ എന്തെങ്കിലും കൂടി നമുക്ക്
നമുക്ക് ഉണ്ടാക്കണ്ടേ? അതെന്താ വേണമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു എന്ന് ഗോമതി പറയും. അല്ല, അത്യാവശ്യം വേണ്ട പലഹാരമൊക്കെ ബാലച്ചൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് ദേവി പറയേ. അപ്പച്ചി തെരളിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും കൂടി വേണമെങ്കിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കാം എന്ന് മിത്രയപ്പം പറയും. അത് മതിയല്ലേ എന്ന് ഗോമതി ചോദിക്കും. അത് മതിയാകും അമ്മേ എന്ന് അപ്പം നമ്മുടെ ദേവിയും പറയാണ് കേട്ടോ. അനുവിൻ്റെ ഭാവമൊക്കെ ഗോമതി ശ്രദ്ധിക്കുന്നുണ്ട്. ഇവളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ലമ്മേ എന്ന് അനു പറയും. ഒന്നും ഉണ്ടാകരുത്, രാവിലെ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ഗോമതി ചോദിക്കാം. അതൊക്കെ അവൾക്ക് നല്ല ഓർമ്മയുണ്ടമ്മേ എന്ന് മീനു പറയാം. ഓർമ്മയുണ്ടായാൽ മതി, മറക്കരുത്, അതുകൊണ്ടാണ് വീണ്ടും ഓർമ്മിപ്പിച്ചത് എന്ന് ഗോമതി പറയും. എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്ക്, രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാ. പോയി കിടന്നേ എന്നും പറഞ്ഞ് ഗോമതിയുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ അനു ആണെങ്കിൽ വീണ്ടും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന കാണുമ്പോൾ മീനു പറയും, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, സമാധാനത്തോടെ കിടക്ക് എന്ന് പറയാണേ. സമയം നമ്മുടെ ആര്യനും ആകാശും ധർമ്മനും കൂടി സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ധർമ്മൻ ചോദിക്കും, അല്ല, നമ്മുടെ അനുവിനെ പെണ്ണ് കാണാൻ വരുന്ന വിവരം കൃഷ്ണമംഗലത്തുള്ള ആരെങ്കിലും അറിഞ്ഞ് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോടാ? ലോക വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ആര്യം പറയും, എൻ്റെ മാമ, അതിന് ഇക്കാര്യം നമ്മൾ മാത്രമല്ല അറിഞ്ഞിട്ടുള്ളൂ, നമ്മൾ തന്നെ എങ്ങനെയാണ് അറിഞ്ഞത്? ആ ബ്രോക്കർ ശിവൻകുട്ടിച്ചേട്ടൻ വിളിച്ച് അച്ഛനെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞതുകൊണ്ട്, അല്ലാതെ അവരെങ്ങനെ അറിയാനാ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ധർമ്മം മനസ്സിൽ പറയും, ദേവമംഗലത്തെ ഓരോ ന്യൂസും കൃത്യമായിട്ട് കൃഷ്ണമംഗലത്ത് സുകന്യ എത്തിക്കും, അക്കാര്യം ഇവന്മാരോട് ഞാൻ എങ്ങനെയാ പറയുക എന്ന് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുക. എന്താ മാമ ഇങ്ങനെ ചിന്തിക്കുന്നേ? അനുമോൾ അവനോട് ഈ വിവരം പറയുമെന്ന് മാമന് പേടിയുണ്ടോ? ഏയ്, അനുമോൾ ഒരിക്കലും അങ്ങനെ പറയില്ല. അനുമോളെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. അനുമോൾ അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു, അറിയാം മാമ എന്ന് ആര്യനപ്പ പറയും. അവൻ്റെ കാര്യത്തിൽ അനുമോൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ആര്യം പറയും. വേറെ ഏതെങ്കിലും വഴിക്ക് നാളത്തെ പെണ്ണ് കാണലിൻ്റെ കാര്യം അലോക് അറിഞ്ഞാലോ എന്ന് ആര്യനപ്പ ചോദിക്കുക. അറിഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കില്ല, അവൻ എന്ത് ചെയ്യും എന്ന് ആകാശം അപ്പം ചോദിക്കുക. നീ പറഞ്ഞതിലും കാര്യമുണ്ട്, ഇവൻ്റെ ഈ ചൊറി സ്വഭാവം വെച്ച് ഇവനിത് അറിയുമ്പം എന്തേലും പണി അവൻ ഒപ്പിക്കും എന്ന് ധർമ്മനും പറയാം. നമ്മളൊന്ന് കരുതിയിരിക്കണം എന്ന് ആകാശ് വീണ്ടും പറയാം. അതെ, അവൻ ഒരു പണിയും ഒപ്പിക്കില്ല. അല്ല, അവനിനി നമ്മുടെ പെങ്ങളുടെ ജീവിതം തകർക്കാൻ മുതിർന്ന ആ റാസ്കലിനെ നമുക്കങ്ങ് കൊന്നേക്കണം എന്ന് ആര്യം പറയാം. എൻ്റെ ആര്യ, നിനക്കിതെന്താടാ ഭ്രാന്തായോ? അവനെ കൊന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ജയിലിൽ പോകും. ചേച്ചിയുടെയും അളിയൻ്റെയും ഈ കുടുംബത്തിൻ്റെ ഭാവി പിന്നെ എന്തായെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഈ കുടുംബം മുഴുവൻ നശിപ്പിച്ചു, നമ്മുടെ ജീവിതം പിന്നെ എന്തായി തീരൂടാ? അനുമോളുടെ ഭാവിയോ അവളുടെ ഭാവി പിന്നെ ഇരുട്ടിലായി പോകും, അവൾക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആകാശ് പറയും, മാമ അവൻ വെറുതെ പറഞ്ഞതല്ലേ, മാമൻ അതൊന്നും കാര്യമാക്കി എടുക്കലേ, ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞതാ, ഞാനൊരു ആവേശത്തിലും പറഞ്ഞതല്ല. അനുമോളുടെ കല്യാണം മുടക്കാൻ അവൻ എന്തെങ്കിലും പണി ഒപ്പിച്ചാ അവനെ ഞാനങ്ങ് തീർക്കും എന്ന് ആര് വീണ്ടും പറയാ. ഏടാ, നീ എന്തൊക്കെ മണ്ടത്തരങ്ങളായി വിളിച്ചു പറയുന്നേ എന്ന് ധർമ്മൻ ചോദിക്കുക. നാളെ ഞാൻ കൃഷ്ണമംഗലത്തേക്കൊന്ന് പോയാലോ എന്ന് അപ്പോൾ ധർമ്മൻ ചോദിക്കുക. മാമൻ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നേ എന്ന് ആരും ചോദിക്കുക. അല്ല, അനുമോളെ പെണ്ണ് കാണൽ വന്ന കാര്യം അവരറിഞ്ഞിട്ടുണ്ടോ എന്ന് നൈസായിട്ട് ഞാൻ അറിയാവോന്ന് നോക്കാം എന്ന് ചോദിക്കാം. അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് ആര്യനും ആകാശം കൂടി പറയാം. മാമൻ ഏതായാലും രാവിലെ തന്നെ കൃഷ്ണമംഗലത്തൊന്ന് പോയിട്ട് വാ, പെണ്ണ് കാണൽ വിവരങ്ങൾ അവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോകിനെ ഒതുക്കാൻ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാലോ എന്ന് ആകാശ് ധർമ്മനോട് പറയാണ് കേട്ടോ. രാവിലെ തന്നെ ചെറുക്കനും കൂട്ടരും നമ്മുടെ ദേവമംഗലത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ചെറുക്കൻ ഇറങ്ങിക്കഴിയുമ്പം അച്ഛനും അമ്മയും കൂടി അവൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, എൻ്റെ പൊന്നു മോനെ, ഈ കല്യാണമെങ്കിലും നീ മുടക്കരുത് എന്ന് അമ്മ പറയുമ്പം അച്ഛൻ പറയും, ദേ ഇവൻ്റെ ആദർശം മടക്കി എടുത്ത് പോക്കറ്റ് വെച്ചാൽ ഈ കല്യാണമെങ്കിലും നടക്കും, അല്ലെങ്കിലേ ഇനിയും നമ്മൾ പെണ്ണ് കാണാൻ വേണ്ടി ഇങ്ങനെ നടന്ന് ചായ കുടിച്ച് ഷുഗർ കൂട്ടാം എന്ന് പറയാണ് കേട്ടോ. നടക്ക് കയറി വാ എന്നും പറഞ്ഞ് അവരെല്ലാവരും വീട്ടിലേക്ക് വരികയാണ്. അപ്പം വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാലനും വീട്ടിലുള്ള എല്ലാവരും ഇറങ്ങി വരിക. അപ്പോൾ ചെറുക്കൻ്റെ അച്ഛൻ പറയും, ചെറിയൊരു ബ്ലോക്കിൽ പെട്ടുപോയി, അതാ ഞങ്ങൾ വരാൻ അല്പം ലേറ്റ് ആയത് എന്ന് പറയാം. ഏയ് അതൊന്നും സാരമില്ല, നിങ്ങൾ കയറി വാ എന്നും പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചിരുത്തുകയാണ് കേട്ടോ. അകത്തേക്ക് വരൂ എന്നും പറഞ്ഞ് ബാലൻ തന്നെ മുൻപന്തിയിലുണ്ട്. ബാലൻ്റെ ആൺമക്കളും എല്ലാവരും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇരിക്കൂ എന്നും പറഞ്ഞ് അവരോട് ഇരിക്കാനൊക്കെ ആദ്യത്തെ മര്യാദയോടുകൂടി പറയണേ. അങ്ങനെ പരസ്പരം ഇരു വീട്ടുകാരും സംസാരിച്ച് നിൽക്കാം. അപ്പോൾ അവർ വന്നുവെന്നറിയുമ്പം നമ്മുടെ ഗോമതി മീനാക്ഷിയൊക്കെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ചിരിച്ച് കാണിക്കാം. അപ്പം സുകന്യയും ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ബാലേട്ടാ, ഇത് ജീവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ബ്രോക്കർ പരിചയപ്പെടുത്തും, വേണുഗോപാൽ സാറ്. ഇത് അമ്മ
ജലജ എന്ന് പറയൂട്ടോ. ജീവന് മൂത്തൊരാളുകൂടിയുണ്ട്, വീണ. അവളും ഭർത്താവ് രാജീവും അങ്ങ് UK എന്ന് ചെറുക്കൻ്റെ അമ്മ അപ്പം പറയൂട്ടോ. ഓ ശരി എന്ന് പറയേ. എൻ്റെ കുടുംബത്തെ പരിചയപ്പെട്ടില്ലല്ലോ എന്ന് ബാലൻ അപ്പം ചോദിക്കും. ഇത് ഗോമതി, എൻ്റെ ഭാര്യ എന്നും പറഞ്ഞ് ഗോമതിയെ കാണിച്ചു കൊടുക്കൂട്ടോ. ഓ നമസ്കാരം എന്ന് അപ്പം അവർ പറയേ. ഗോമതിയുടെ അനിയന ധർമ്മൻ എന്നും പറഞ്ഞ് ധർമ്മനെ പരിചയപ്പെടുത്തും. ഞങ്ങൾക്ക് മൂത്ത മകൻ്റെ സ്ഥാനത്ത് ഇവൻ എന്നും പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തും. അത് ധർമ്മൻ്റെ ഭാര്യ സുകന്യ. അപ്പം സുകന്യയും നമസ്കാരം പറയൂട്ടോ. അങ്ങനെ എല്ലാവരെയും പരസ്പരം പരിചയപ്പെടുത്തുക. ഇത് ആനന്ദിൻ്റെ ഇളയത് ആകാശ്, അതിനിളയത് ആര്യൻ എന്നും പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. അനു ഏറ്റവും ഇളയതാണ് എന്ന് പറഞ്ഞ് അനുവിനെയും പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. പിന്നെ ഇത് മീനാക്ഷി, ആകാശിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് മീനാക്ഷിയെ പരിചയപ്പെടുത്തുക. ഗോമതി, ദേവി മിത്ര എന്തേ? അനുവിൻ്റെ ഒപ്പം അവരകത്തുണ്ട് ബാലേട്ട എന്ന് ഗോമതി പറയും. അനുവിനെ വിളിക്കുക എന്ന് അപ്പോൾ ബാലൻ പറയാം. മീനു, നീ ചെന്ന് അവരെ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് മീനാക്ഷിയെ പറഞ്ഞു വിടുവാണ് കേട്ടോ ഗോമതി. അപ്പം അനുവിനെ കാണാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണേ. അപ്പം നമ്മുടെ അനു ആണെങ്കിൽ അങ്ങോട്ട് വരിക. അനു ഒരു ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നത്. അനുവിൻ്റെ മുന്നിൽ നമ്മുടെ മിത്രയും ദേവിയും ആ പലഹാരങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. അനു ചായയായിട്ട് വരികയാണ് കേട്ടോ. അപ്പം ധർമ്മൻ അവരെ കാണുമ്പം ഇങ്ങ് തന്നേ മോളെ എന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ ഉള്ള ടീപ്പോയിലേക്ക് വെക്കുകയാണ്. ഇതാ എൻ്റെ ഇളയ മോള് അനുശ്രീ, മോളെ ചായ കൊടുക്കിവർക്ക് എന്ന് ബാലനപ്പം അനുവിനോട് പറയാണ് കേട്ടോ. അനു എല്ലാവർക്കും ചായയൊക്കെ കൊടുക്കുവാണ്. അപ്പം അനുവിനെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, ചെറുക്കനാണെങ്കിലും അനുവിനെ നോക്കുക, നമ്മളിത് 2ാം തവണയാണ് കാണുന്നത് എന്ന് ചെറുക്കനപ്പം അനുശ്രീയോട് പറയാം. അപ്പം എല്ലാവരും പരസ്പരം നോക്കുക. ഒരു അമ്പലവാസിയാ എന്ന് ചെറുക്കൻ്റെ അച്ഛൻ പറയും. എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോയിട്ടാ ഇവൻ ബാങ്കിൽ പോകുക. കഴിഞ്ഞ ആയില്യത്തിലെ അമ്പലത്തിൽ വെച്ച് അനുമോളെ കണ്ടു. അങ്ങനെയാ ശിവൻ അനുമോളുടെ ആലോചന കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവൻ ചാടി വീഴുന്നത്. ഇവന് കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞെന്നേ എന്ന് ചെറുക്കൻ്റെ അച്ഛൻ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം എല്ലാവർക്കും സന്തോഷമാവുകയാണേ. ചെറുക്കൻ്റെ അമ്മ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് നമ്മുടെ അനുവിനോട് പെരുമാറുന്നത്. അനു എല്ലാവർക്കും ചായ കൊടുത്തിട്ട് അവിടെ അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛ പറയച്ഛ എന്ന് ചെറുക്കൻ അച്ഛനോട് പറയാം. നീ അങ്ങ് പറ, നീ തന്നെ പറയടാ എന്ന് ചെറുക്കൻ്റെ അച്ഛനപ്പം ചെറുക്കനോട് പറയാം. അപ്പം ഇത് കാണുന്ന ബാലൻ പറയും, എന്തേലും പറയാനുണ്ടോ ഞങ്ങളോട്? അത് പിന്നെ ബാല, ഇവന് അനുമോളോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന്. അതിനെന്താ, സംസാരിക്കാലോ, അതൊക്കെ നാട്ടുനടപ്പല്ലേ. അതെ, ഇവർ അച്ഛനും മോനും ടോമും ചെറിയും പോലെയാ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചോണ്ടിരിക്കും എന്ന് ചെറുക്കൻ്റെ അമ്മ പറയൂട്ടോ. പക്ഷേ ഭയങ്കര സ്നേഹമാ, പോയി സംസാരിച്ചിട്ട് വാട ചെറുക്ക എന്ന് ചെറുക്കൻ്റെ അച്ഛനപ്പം പറയൂട്ടോ. ചെല്ലടാ, നാണിക്കണ്ട, ഇത്രയും നേരം നിനക്ക് തന്നെ അല്ലായിരുന്നു സംസാരിക്കാൻ ആഗ്രഹം. അപ്പം ഇതെല്ലാം കാണുമ്പം സുകന്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അനു ഒരുങ്ങി ഇറങ്ങി വരുമെന്ന് പോലും സുകന്യ വിചാരിച്ചിരുന്നില്ല. ഇത് ഉറങ്ങി വരിക മാത്രമല്ല, ചെറുക്കനോട് സംസാരിക്കാനും നിന്നു കൊടുക്കുന്നു. അനുമോളുടെ മനസ്സിൽ അലോകിന് ഒരു സ്ഥാനവും ഇല്ലെന്ന് സുകന്യക്ക് ബോധ്യപ്പെടുക. എന്നിട്ട് നമ്മുടെ ജീവൻ പറയും, അതെ, ഞാനും അച്ഛനും ടോമും ചെറിയും പോലെയാ, പണ്ടു മുതലേ ഞങ്ങൾ അങ്ങനെയാ, പരസ്പരം പാരവെപ്പ്, അതാ ഞങ്ങളുടെ മെയിൻ പരിപാടി. ചേച്ചി നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ചേച്ചി അച്ഛൻ്റെ സൈഡായിരുന്നു, അമ്മ എൻ്റെ സൈഡും, വീട്ടിൽ നല്ല രസമാണ് എന്ന് ജീവൻ പറയും. അല്ല, ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളല്ലോ, താനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പം അനുവിന് എന്തു പറയണമെന്ന് അറിയില്ല. ജീവൻ എന്തൊരു ഇന്നസെൻ്റാ, അലോകിൻ്റെ കാര്യം ജീവനിൽ നിന്ന് മറച്ചു വെക്കുന്നത് തെറ്റല്ലേ എന്ന് അനുശ്രീ മനസ്സിൽ ചിന്തിക്കുക. അതെ, പെണ്ണ് കാണാൻ വരുമ്പം ചെറുക്കനും പെണ്ണും മാറി നിന്ന് സംസാരിക്കുന്നത് എന്തിനാണെന്ന് തനിക്കറിയാവോ? രണ്ടുപേരുടെയും മനസ്സിൽ എന്തുണ്ടെങ്കിലും മനസ്സ് തുറന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറയണേ. അപ്പോൾ അവർ സംസാരിക്കുന്നത് അകലെ മാറി നിന്ന് നമ്മുടെ മീനാക്ഷി മിത്രയെ നോക്കുക. എന്നെപ്പറ്റി തൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണേലും തനിക്ക് എന്നോട് ഓപ്പണായിട്ട് പറയാം. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, അത് എന്താണേലും പറഞ്ഞോളൂ എന്ന് ജീവനപ്പം പറയാം. അത് ജീവൻ, അത് പേര് വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുക. പേര് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അനുശ്രീക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. അത് എനിക്കൊരു കാര്യം മുൻപ് എങ്ങനെ പറയണമെന്നറിയില്ല. പെട്ടെന്ന് അവർ രണ്ടും തമ്മിലുള്ള സംസാരം കൃഷ്ണമംഗലത്തിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അലോക് കാണുന്നുണ്ട്. അനുവിനെ അലോക് തുറച്ച് നോക്കുവാണ്. എന്നെ ചതിച്ചിട്ട് വേറെ ഒരുത്തിൻ്റെ താലിക്ക് നീ കഴുത്തു നീട്ടുമോ എന്നുള്ള രീതിയിൽ. അപ്പം അനു പെട്ടെന്ന് അലോകിനെ കാണുമ്പോൾ പേടിച്ചു പോവാ.
വല്ലാതെ നെർവസ് ആവുകയാണ്. എടോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറയാം. എന്തു പറ്റി? തനിക്ക് പെട്ടെന്ന് എന്താ പറ്റിയ? വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ, നെർവസ് ആയല്ലോ. അത് പിന്നെ ജീവ. അപ്പം നമ്മുടെ അനുവിൻ്റെ ഈ പതർച്ച മിത്രയും മീനാക്ഷി ശ്രദ്ധിക്കുന്നുണ്ട്. അനു എന്താ എന്ന് പെട്ടെന്ന് മീന് ചോദിക്കും. അപ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ അനു നിൽക്കുക. എന്താ? അപ്പോൾ കണ്ണുകൊണ്ട് പതിയെ കാണിക്കും കേട്ടോ. അപ്പോൾ അലോക് അവിടെ നിൽക്കുന്നത് മീനാക്ഷി കാണുക. മിത്ര അത് കാണിച്ചു കൊടുക്കുക. നീ നോക്കിക്കേ എന്ന് പറയാണ് കേട്ടോ. അലോകിനെ മിത്രയും മീനും കാണുക. ദേ ആ പിടിച്ചവൻ അനുമോളെ പേടിപ്പിക്കുക തുറച്ചു നോക്കി എന്ന് മിത്ര പറയാണ്. ചുമ്മാതല്ല അനുമോള് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്. അവളാകെ ഭയന്ന് നിൽക്കുകയാണല്ലോ മിത്രേ. ഇതിപ്പോൾ കുളമാകുമെന്നാണ് തോന്നുന്നത്. അവളുടെ മനസ്സാകെ പതറിപ്പോയി. അനുമോളുടെ ടെൻഷനും വെപ്രാളവും ഒക്കെ കാണുമ്പോൾ ജീവൻ എന്തെങ്കിലും ഡൗട്ട് അടിക്കുമെന്ന് എനിക്ക് പേടി. ഒരു കല്ലെടുത്ത് അവൻ്റെ മണ്ടയ്ക്കങ്ങ് എറിഞ്ഞാലോ എന്ന് മിത്ര ചോദിക്കുക. നീ വെറുതെ മണ്ടത്തരമൊന്നും കാണിക്കാതെ. ഇവൻ വെറും നാണം കെട്ട ഒരുത്തനായി പോയല്ലോ. ഒരു പെണ്ണിന് വേണ്ടാന്ന് പറഞ്ഞാലെങ്കിലും അവളെ അവളുടെ വഴിക്ക് വിട്ടൂടെ? നാണോ മനോ എന്താണെന്ന് അവൻ അറിയാവോ അതിന് എന്ന് അലോകിനെ പറ്റി മീനാക്ഷി പറയാം. അത് അറിയാമായിരുന്നെങ്കിലേ അവൻ ഇമ്മാതിരി പണിയൊക്കെ ചെയ്യുമോ? ഒന്ന് പതുക്കെ പറ മീനു ചേച്ചി, ജീവൻ കേൾക്കും. എടോ നമ്മളിപ്പോൾ വന്നിട്ട് 10 മിനിറ്റോളമായി, താൻ ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് ജീവൻ പറയാണ്. താൻ കുറച്ച് ഇൻട്രോവേർട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് കമ്പനിയായി സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ. അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. സാരമില്ല, സമയമുണ്ടല്ലോ. ഞാൻ ഏതായാലും തൻ്റെ കാര്യത്തിൽ ഓക്കെയാണ് എന്ന് ജീവൻ അനുവിനോട് പറയാം. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. തനിക്ക് എന്നെ ഓക്കെ ആണെങ്കിൽ തനിക്ക് പറയാനുള്ളത് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ കേൾക്കാം എന്ന് പറയാണ് കേട്ടോ. അപ്പം അനു എന്തു പറയണമെന്നറിയാതെ നിൽക്കുക. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുക. അങ്ങനെ ജീവൻ മുന്നിലും പിന്നിലായിട്ട് നമ്മുടെ അനുവും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ മീനാക്ഷിയും മിത്രയും അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ രണ്ടാൾ സംസാരിച്ചോ? ഇത്ര വേഗം സംസാരിച്ച് കഴിഞ്ഞോ എന്ന് മിത്ര ചോദിക്കും. ഞാനേ സംസാരിച്ചോളൂ, അനു ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് ജീവൻ പറയും കേട്ടോ. അപ്പോൾ മീനാക്ഷി പറയും, അത് വേറൊന്നും കൊണ്ടല്ല, വല്ലാത്ത ചൂടല്ലേ, നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കണ്ട, ഒരു കാര്യം ചെയ്യുക, അകത്തെ റൂമിലിരുന്ന് സംസാരിക്കുക. അതൊന്നും വേണ്ട, ഇനിയിപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോളാം, ഞാനൊന്ന് അകത്തോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞാൽ ജീവൻ അകത്തേക്ക് കയറി പോകും കേട്ടോ. ജീവൻ പോയി കഴിയുമ്പോഴത്തേക്കും അനു ആണെങ്കിൽ വീണ്ടും കൃഷ്ണമംഗലത്തേക്ക് നോക്കുക. അലോക് അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ മീനാക്ഷിയുടെ മിത്രയുടെ അടുത്തേക്ക് ചെല്ലുക. ചേച്ചി, അലോക് അവൻ അറിഞ്ഞു എന്നാണ് തോന്നുന്നേ, അവൻ പ്രശ്നമാക്കും, ആ നശിച്ചവനെ അവൻ്റെ വഴിക്ക് വിടുമോളെ എന്ന് മിത്ര അപ്പം പറയാം. അവൻ കുഴപ്പമുണ്ടാക്കും എന്നുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട, നീ സമാധാനമായിട്ടിരിക്കുക അനു, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് മീനും പറയാം. ഞങ്ങളില്ലേ നിൻ്റെ കൂടെ, എന്തുണ്ടെങ്കിലും നീ ഞങ്ങളോട് പറയണം. നിൻ്റെ ചേച്ചിമാർ കട്ടയ്ക്ക് കൂടെ ഉള്ളപ്പം നീ ആരെയായി പേടിക്കുന്നേ? അവനോട് പോകാൻ പറയുന്നേ, വായി നോക്കി എന്ന് മിത്ര വീണ്ടും പറയാണ് കേട്ടോ. പക്ഷേ അനുവിന് നല്ല പേടിയുണ്ട്. ജീവൻ അകത്തേക്ക് കയറി ചെന്നപ്പം എല്ലാവരും വീണ്ടും കല്യാണക്കാരി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ജീവൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ബാലൻ പറയാണ്. അപ്പം അനുവും ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി അനുവിൻ്റെ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് ജീവനും ജീവൻ്റെ അച്ഛനും അമ്മയാണ്. അനുമോളെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് അച്ഛൻ പറയും. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ജീവൻ്റെ ചേച്ചി വീണയും അവളുടെ ഹസ്ബൻഡ് രാജീവും UK അടുത്ത മാസം അവസാനത്തോടെ ഞാനും വേണുചേട്ടനും UK പോകും മോളുടെ അടുത്തേക്ക്. അതിനു മുന്നേ ഇവളുടെ കല്യാണം നടത്തിയേ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ചെറിയ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ നടത്താവോ എന്ന് പയ്യൻ്റെ അമ്മ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അനു ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഇത്ര വേഗം ഒരു കല്യാണം അനു കരുതിയിരുന്നില്ല. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.